ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനണിംസ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതും കൂടെ പഠിച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ സിനണിംസിന്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ പോവുക. കാരണം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എക്സാമുകൾക്കൊക്കെ ഒരു 5 മാർക്ക് എന്തായാലും വൊക്കാബുലറിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ വേർഡ് ഇറ്റ് ഇസ് ജനറിക്. ജനറിക് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ. ജനറിക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ. നമ്മൾ പറയില്ലേ ജനറൽ ആയിട്ട്, അല്ലെ, പൊതുവായിട്ടുള്ളത്. അതേപോലെ തന്നെ ജനറിക് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സൽ എന്നാണ് മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി റിജൈം എന്ന് പറഞ്ഞാൽ എന്താ? റിജൈം റിജൈം എന്ന് പറഞ്ഞാൽ റൂളാണ്, ഭരണം, അല്ലെ, രാജ്യഭരണ രീതി, അതിനൊക്കെയാണ് നമ്മൾ റിജൈം എന്ന് പറയാറ്. ഇത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അല്ലെങ്കിൽ റിജൈം എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു റീജിയനിലെ റൂൾ എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ റിജൈം എന്ന് പറഞ്ഞാൽ റൂളാണ്. ഇനി ഡ്രയറി. ഡ്രയറി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഡൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ടെഡിയസ് കേട്ടോ. ടെഡിയസ് എന്നൊക്കെ പറഞ്ഞാലും ഡൾ എന്നുള്ളൊരു മീനിങ് ആണ് ടെഡിയസ്. ഓക്കെ, അപ്പൊ ഡ്രയറി എന്ന് പറഞ്ഞാൽ എന്താ? ഡള്ള്, ബോറിംഗ്, ടെഡിയസ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, പ്രോംപ്റ്റ്. ഇതെല്ലാം SSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വിക്ക്, അല്ലെങ്കിൽ എജൈൽ, അല്ലെങ്കിൽ സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് കാറൊക്കെ ഇല്ലേ, അപ്പൊ സ്വിഫ്റ്റ് വെച്ചിട്ട് നമുക്ക് ക്വിക്ക് ആയിട്ടൊക്കെ പോവാം, അല്ലെ, വേഗം തന്നെ പോവാന്നൊക്കെ ഓർത്ത് വെക്കാം. അതിന്റെ കൂടെ തന്നെ എജൈൽ കേട്ടോ. എജൈൽ എന്ന് പറഞ്ഞാലും ക്വിക്ക് എന്നുള്ള മീനിങ്. വേണമെങ്കിൽ ഈ ജയിലൊക്കെ ചാടണം, നമുക്ക് എജൈൽ എന്ന് പറയുമ്പോൾ ജയിൽ ഓർക്കാം. ഈ ജയിലൊക്കെ ക്വിക്ക് ആയിട്ടൊക്കെ ചാടി പോകുന്ന ആൾക്കാരാണെന്നൊക്കെ കണക്ട് ചെയ്യാം. എജൈൽ എന്ന് പറഞ്ഞാലും ക്വിക്ക് ആണ് കേട്ടോ. അതേ മീനിങ് ആണ് പ്രോംപ്റ്റ്. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ക്വിക്ക്. അടുത്തത് ഗ്രാജുവൽ. ഗ്രാജുവൽ ആയിട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അറിയായിരിക്കും. ഗ്രാജുവൽ എന്ന് പറഞ്ഞാൽ സ്ലോ ആണ്. എന്നാലും ചിലപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ വരുമ്പോഴേ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഗ്രാജുവൽ. ഗ്രാജുവൽ എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ട്, പതുക്കെ പതുക്കെ. ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്താ? പതുക്കെ പതുക്കെ കൂടി വരിക, അല്ലെ. ഇനി അയോട്ടയാണ്, ഐ ആണ് കേട്ടോ. അയോട്ട എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട്, അതായത് ബിറ്റ് എന്നുള്ളൊരു മീനിങ് ആണ് അയോട്ട. ഓക്കെ, അയോട്ട എന്ന് പറഞ്ഞാൽ എന്താ? ചെറുത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കണിക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് അയോട്ട. ബിറ്റ് എന്നുള്ള മീനിങ് ആണ്. ഒരു ചെറിയ ഓട്ട എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, അല്ലെ, ചെറിയ ഓട്ട. അടുത്ത കയോസ്. കയോസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആണ് കേട്ടോ. കയോസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ. കയോസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് കൺഫ്യൂഷൻ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ ഈ പഠിച്ച് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ജനറിക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ. റിജൈം എന്ന് ഓർത്ത് നോക്കിയ, റിജൈം എന്താ? റൂൾ, അല്ലെ. ഡ്രയറി. ഡ്രയറി എന്ന് പറഞ്ഞാൽ ബോറിംഗ്, അല്ലെങ്കിൽ ടെഡിയസ്. പിന്നെ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വിക്ക്. ക്വിക്കിന്റെ മീനിങ് വരുന്ന ബാക്കി വാക്കുകളൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നേ. എജൈല്, ജയില്, വേഗം തന്നെ ക്വിക്ക് ആയിട്ട് ചാടിയെന്ന് ഓർക്കാം. സ്വിഫ്റ്റ് കാറ്, അല്ലെ, സ്പീഡിൽ പോയെന്നൊക്കെ ഓർക്കാം. ഗ്രാജുവൽ എന്ന് പറഞ്ഞാൽ സ്ലോ. അയോട്ട എന്ന് പറഞ്ഞാൽ ബിറ്റ്. കയോസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ. ഇനി അടുത്ത് നോക്കാം, റെജുവിനേറ്റ്. റെജുവിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റീഫ്രഷ് ചെയ്യുക, അല്ലെ. റീഫ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് വരിക, നമ്മുടെ ബലമൊക്കെ ഇൻക്രീസ് ചെയ്യുക. അപ്പൊ അതറിയായിരിക്കും. നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്ക് തന്നെയായിരിക്കണം റെജുവിനേറ്റ് കേട്ടോ. റീഫ്രഷ് ചെയ്യുക. ഇനി സ്ലാക്ക് എന്ന് പറഞ്ഞാലോ? സ്ലാക്ക് എന്ന് പറഞ്ഞാൽ കെയർലെസ് ആണ്. സ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കെയർലെസ്. സ്ലാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ലാക്ക് എടുക്കാം. ലാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പൈസ ലാക്കാണ് കേട്ടോ, ലക്ഷം. ലാക്ക് എന്ന് പറയില്ലേ, ലക്ഷം. അപ്പൊ ലക്ഷക്കണക്കിന് പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കെയർലെസ് ആയിട്ടൊക്കെ അത് ചെലവാക്കും എന്നൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. സ്ലാക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് കെയർലെസ്. ലാക്ക് ഓഫ് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കെയർലെസ് ആയിട്ടൊക്കെ ചെലവാക്കും എന്ന് കണക്ട് ചെയ്യാം. മഞ്ച്. മഞ്ച് നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെ. മഞ്ച്, നമ്മുടെ കിറ്റ്കാറ്റ് മഞ്ച്. മഞ്ച് ചൂ ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ് മഞ്ച് കേട്ടോ. അപ്പൊ മഞ്ച്, ചോക്ലേറ്റ് ഒക്കെ നമ്മൾ മഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചൂ ചെയ്തു എന്ന് തന്നെ ഓർത്തു വെക്കാം. ഓക്കെ, വേഗം വേഗം തിന്നുക, അല്ലെങ്കിൽ സ്പീഡിൽ കഴിക്കുക, ചൂ ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് മഞ്ച് വരുന്നത്. ടെർമിനേഷൻ. ടെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിർത്തുക, അല്ലെ, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുക. കൺക്ലൂഷൻ, ടെർമിനേഷൻ, കൺക്ലൂഷൻ. അടുത്ത് നോക്കാം, ഡെബിലിറ്റേറ്റ്. ഡെബിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വീക്കൻ ആണ്. ക്ഷയിച്ചു വരിക, ദുർബലമാവുക എന്നൊക്കെ ഒരു മീനിങ് വരുന്ന വാക്കാണ് ഡെബിലിറ്റേറ്റ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതായത് നമുക്ക് വേണമെങ്കിൽ ഡെബിൾ എന്ന് പറയുമ്പോണ്ടല്ലോ, ഡെവിൾ ആയിട്ട് കണക്ട് ചെയ്യാം. ഡെവിൾ. ഓക്കെ, ഡെവിൾ. ഈ ഡെവിളിനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഡെവിളിന്റെ ഒരു പ്രസൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ദുർബലമാവും എന്നൊക്കെ വെറുതെ കണക്ട് ചെയ്യാം. ഈ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. വീക്കൻ ആവും. അപ്പൊ ഡെബിളാണ്. ഡെബിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ വീക്കൻ കേട്ടോ, വീക്കൻ. ഓക്കെ, അടുത്ത് നോക്കാം, ആനിമേറ്റ്. ആനിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എനർജറ്റിക് ആണ്. ഓക്കെ, വളരെ ജീവനുള്ള, ആനിമേറ്റ് ചെയ്യാന്നൊക്കെ കേട്ടിട്ടില്ലേ, ജീവൻ നൽകുക, അല്ലെങ്കിൽ ജീവനുള്ള, അല്ലെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് വരുന്ന വേർഡാണ് ആനിമേറ്റ് കേട്ടോ. ആനിമേറ്റ് എന്ന് പറഞ്ഞാൽ എനർജറ്റിക്. ഇനി കമമറേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് സെലിബ്രേറ്റ് ചെയ്യുക. കമമറേറ്റ്. ഓക്കെ, കമമറേറ്റ് എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യുക.
ഓക്കെ. അപ്പൊ നമുക്ക് ഒരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കം ചെയ്യണം, എല്ലാവരും വരണം എന്നൊക്കെ ഓർക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു മെമ്മറി ഉണ്ട് അല്ലെ, മെമ്മറേറ്റ്. ഇപ്പോ മെമ്മറി ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാലോ അല്ലെ, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. അപ്പൊ ഓരോ മെമ്മറി ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും എന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. കമമറേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സെലിബ്രേറ്റ് കേട്ടോ. അപ്പൊ ഒന്നും കൂടെ നോക്കാം. റെജുവിനേറ്റ് എന്ന് പറഞ്ഞാൽ റീഫ്രഷ് ചെയ്യുക. സ്ലാക്ക് എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് പൈസയുണ്ട് നമ്മൾ കെയർലെസ് ആയി ചെലവാക്കും എന്ന് ഓർക്കാം. മഞ്ച് ച്യൂ, ടെർമിനേഷൻ കൺക്ലൂഷൻ, ഡെബിലിറ്റേറ്റ് വീക്കൻ, ആനിമേറ്റ് എനർജറ്റിക്, കമമറേറ്റ് സെലിബ്രേറ്റ്. അടുത്തത് ടെസ്റ്റിഫൈ. ടെസ്റ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യുക. ഓക്കെ, അത് തന്നെയാണെന്ന് ഉറപ്പിക്കുക അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ എഫേം ചെയ്യുക. എഫേം എന്ന് പറഞ്ഞാൽ കൺഫേം കേട്ടോ. എഫേം, കൺഫേം. അപ്പൊ ടെസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യുക. ടെസ്റ്റിഫൈ, പ്രൂവ്. പല ടെസ്റ്റുകളിലും നമ്മൾ പ്രൂവ് ചെയ്യാറുണ്ട് അല്ലെ. ഇനി ബ്രാറ്റ് എന്ന് പറഞ്ഞാൽ സ്പോയിൽഡ് ആയിട്ടുള്ള ചൈൽഡ്. ഓക്കെ, അതായത് ഒന്നിനും കൊള്ളാത്തവൻ എന്നൊക്കെ മീനിങ് വരുന്ന ഒരു വാക്കാണ് ബ്രാറ്റ് കേട്ടോ. ബ്രാറ്റ്. ഇപ്പോ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ബ്രാറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് സ്പോയിൽഡ് ആയിട്ടുള്ള ചൈൽഡ് കേട്ടോ. ഗുണം കെട്ട അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. പൊയ്ഗ്നന്റ് ഇമ്പോർട്ടന്റ് ആണ്. പൊയ്ഗ്നന്റ് എന്ന് പറഞ്ഞാൽ സാഡ് അല്ലെങ്കിൽ ടച്ചിങ് എന്നൊക്കെ മീനിങ് ആണ് പൊയ്ഗ്നന്റ്. നമുക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷമായിരിക്കും കണക്ട് ചെയ്യാം. ടച്ചിങ് ആണ് അല്ലെങ്കിൽ സാഡ് ആണെന്ന് ഓർത്ത് വെക്കാം. പൊയ്ഗ്നന്റ് കേട്ടോ. ഇനി ഡെട്രിമെന്റൽ. ആ മെന്റൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഹാംഫുൾ. ഓക്കെ, ഡെട്രിമെന്റൽ ഇറ്റ് മീൻസ് വാട്ട് ഇറ്റ് മീൻസ് ഹാംഫുൾ. ഡെട്രിമെന്റൽ എന്ന് പറഞ്ഞാൽ ഹാംഫുൾ. ഇനി അടുത്ത സ്പില്ലാണ്. സ്പിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ എന്താ പറയാ ഇറ്റിറ്റ് വീഴുക എന്ന് നമ്മൾ പറയില്ലേ, തെറിപ്പിക്കുക, അങ്ങനെ വീഴുക, അതിനെയാണ് നമ്മൾ സ്പില്ല് ചെയ്യാന്ന് പറയാം കേട്ടോ. അപ്പൊ സ്പിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഡ്രോപ്പ് ആണ്. നെക്സ്റ്റ് ഇസ് എബ്സോൾവ്. എബ്സോൾവ് എന്ന് പറഞ്ഞാല് മാപ്പ് കൊടുക്കുക, പാർഡൺ ചെയ്യുക അല്ലെങ്കിൽ മാപ്പ് കൊടുക്കുക, എക്സ്ക്യൂസ്. ഓക്കെ, എക്സ്ക്യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് എബ്സോൾവ്. അപ്പൊ മാപ്പ് കൊടുക്കുക, അപ്പോ എക്സ്ക്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ, മാപ്പ് കൊടുത്തു അല്ലെ, മാപ്പ് കൊടുത്ത് സോൾവ് ചെയ്തു എന്നൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ എബ്സോൾവ് എന്ന് പറഞ്ഞാൽ മാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ പാർഡൺ ചെയ്യുക, എക്സ്ക്യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അൺക്യാനി. അൺക്യാനി എന്ന് പറഞ്ഞാൽ ഏറി അല്ലെങ്കിൽ ക്ലെവർ ആണ്. ഓക്കെ, അൺക്യാനി. ഈ ക്യാനിനകത്ത് എ മാറ്റിക്കഴിഞ്ഞാൽ കണ്ണിങ്, കണ്ണിങ് എന്നുള്ള രീതിയിൽ എടുക്കാമല്ലോ. കണ്ണിങ് എന്ന് പറഞ്ഞാൽ ക്ലെവർ ആയിട്ടുള്ള അല്ലെ, ക്ലെവർ അല്ലെങ്കിൽ സ്ട്രേഞ്ച് എന്ന് പറയാം, സ്ട്രേഞ്ച്. ഓക്കെ, ഏറിനകത്ത് നോക്കിയേ 3 ഇ ഉണ്ട് അല്ലെ, അപ്പൊ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വേർഡ് ആണെന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. സ്ട്രേഞ്ച് അല്ലെങ്കിൽ ഏറി അല്ലെങ്കിൽ ക്ലെവർ ആണ് അൺക്യാനി. ചിമ്മർ എന്ന് പറഞ്ഞാൽ ഷൈൻ അല്ലെ, ചിമ്മുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഷൈൻ ചെയ്യുക, ചിമ്മുക, അങ്ങനെ ഓർക്കാം. ഷിമ്മർ എന്ന് പറഞ്ഞാൽ ഷൈൻ ആണ്. ഹംഡ്രം എന്ന് പറഞ്ഞാൽ ബോറിംഗ്. ഓക്കെ, ഹം നമ്മൾ ഹിന്ദിയിൽ പറയില്ലേ, ഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രംസ് കൊട്ടുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബോറിംഗ് ആയിരിക്കും അല്ലെ, അറിയാണ്ടൊക്കെ കൊട്ടുമ്പോൾ. അപ്പൊ ഹംഡ്രം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബോറിംഗ്. ഓക്കെ, ബോറിംഗ് ആയിട്ടുള്ള. അതിന് നമ്മൾ വേറെ കുറച്ച് വാക്കുകളും കൂടെ പഠിച്ചിരുന്നല്ലോ, ടെഡിയസ് പഠിച്ചു അല്ലെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ള വൊക്കാബുലറി. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. SSC ലെവൽ, SSC CGL ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും എക്സാമിന് മുമ്പ് ഈ ക്ലാസ്സുകളും കൂടെ കണ്ടു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. മാക്സിമം കണ്ടന്റ് തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഞാൻ എപ്പോഴും പറയുന്നില്ല, നിങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്യുന്ന എനിക്കറിയാം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.